ട്രേഡിംഗ് ലേണിംഗ് സീരീസിൻ്റെ 12ാമത്തെ ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫോറക്സ് മാർക്കറ്റിൽ സെഷൻസ് നോക്കി ട്രേഡ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. ഫസ്റ്റ് ഞാൻ എന്താണ് സെഷൻസ് എന്ന് പറഞ്ഞുതരാം. ഫോറക്സ് മാർക്കറ്റിൽ മേജറായിട്ട് 3 സെഷൻസിനെ തിരിച്ചിട്ടുണ്ട്. ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ. ഈ ഏഷ്യൻ സെഷനിൽ തന്നെ വരുന്നതാണ് ടോക്കിയോ സെഷനും സിഡ്നി സെഷനും. ഓക്കെ, അപ്പം നമുക്കത് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ഗൂഗിളിൽ ഫോറക്സ് സെഷൻ ടൈംസ് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആകുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബേബി ബീപ്സിൻ്റെ വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ടൈം സോൺ എന്ന് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. സോ ഞാനിവിടെ കൊൽക്കത്തയാണ് കൊടുക്കുന്നത്. കറൻറ്റ്ലി നിങ്ങൾ ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ലൊക്കേഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ കൊൽക്കത്തയാണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ 24 hour ടൈം എന്നുള്ളൊരു ഓപ്ഷൻ. അത് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ഫ്രെയിം 1 to 24 ആണോ അല്ലെങ്കിൽ 12 to 12 ആണോ വേണ്ടതെന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ 12 to 12 ആണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് സിഡ്നി ഉണ്ട്, ടോക്കിയോ ഉണ്ട്, ലണ്ടൻ ഉണ്ട്, ന്യൂയോർക്ക് ഉണ്ട്. ഇവിടെ സിഡ്നി ഓപ്പൺ ആകുന്നത് രാവിലെ 2:30-ക്കാണ്. ഓക്കെ, സിഡ്നി ഓപ്പൺ ആകുന്നത് രാവിലെ 2:30 തൊട്ട് 11:30 വരെയാണ് സിഡ്നിയുടെ ഓപ്പണിംഗ്. അതിനുശേഷം ടോക്കിയോ ഓപ്പൺ ആകുന്നത് രാവിലെ 5:30 തൊട്ട് 2:30 വരെയാണ്, ഉച്ചയ്ക്ക് 2:30 വരെയാണ് ടോക്കിയോ ഓപ്പണിംഗ്. ഈ ഒരു 2 ടൈം ഫ്രെയിം വരുന്നത് ഈ 2 സെഷൻസ് വരുന്നത് ഏഷ്യൻ സെഷനിലാണ്. സോ ഏഷ്യൻ സെഷൻ്റെ ഓപ്പണിംഗ് വരുന്നത് രാവിലെ 2:30 തൊട്ട് ക്ലോസിംഗ് വരുന്നത് ഉച്ചയ്ക്ക് 2:30 വരെയാണ്. ആ രണ്ടും ഏഷ്യൻ സെഷനാണ്, ടോക്കിയും സിഡ്നി. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ലണ്ടൻ്റെ ഓപ്പണിംഗ്. ലണ്ടൻ്റെ ഓപ്പണിംഗ് വരുന്നത് 12:30-ക്കാണ്. ഉച്ചയ്ക്ക് 12:30-ക്ക് ലണ്ടൻ്റെ ഓപ്പണിങ്ങും ക്ലോസിംഗ് വരുന്നത് 9:30-ക്കുമാണ്, നൈറ്റ് 9:30-ക്ക്. അതോടൊപ്പം തന്നെ ന്യൂയോർക്കിൻ്റെ ഓപ്പണിംഗ് വരുന്നത് വൈകുന്നേരം 5:30-ക്കും ക്ലോസിംഗ് വരുന്നത് രാവിലെ അന്ന് നൈറ്റ് 2:30 AM ക്ലോസിംഗ് വരുന്നത്. സെഷൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ വോളിയം വരുന്ന ഒരു ടൈം ഫ്രെയിം ഉണ്ട്. അതിനെ കിൽസോൺ എന്നാണ് പറയുന്നത്. കിൽസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെഷൻസ് ഓപ്പൺ ആയി കിടക്കുന്ന ടൈമിനെയാണ് പറയുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 2:30-ക്കാണ് ഏഷ്യൻ ക്ലോസ് ആകുന്നത്. പക്ഷേ ലണ്ടൻ 12:30-ക്ക് ഓപ്പൺ ആകും. സോ ആ ഒരു 12:30 തൊട്ട് 2:30 വരേക്കും ലണ്ടൻ കിൽസോണ്. അതോടൊപ്പം തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ന്യൂയോർക്ക് വൈകുന്നേരം 5:30-ക്ക് ഓപ്പൺ ആകും. ലണ്ടൻ ക്ലോസ് ആകുന്നത് നൈറ്റ് 9:30-ക്കാണ്. സോ 2 സെഷൻസ് തമ്മിൽ ഒരുമിച്ച് വരുന്ന ആ ടൈം സോൺ ഉണ്ട്. സോ നമുക്ക് അവിടെ ഒരു കിൽ സോണായിട്ട് ന്യൂയോർക്ക് കിൽ സോണിനെ ഒരു 5:30 തൊട്ട് ഫിൽറ്റർ ചെയ്തൊരു 8:30 വരെ നോക്കാം. പിന്നെ വരുന്നത് മൂന്നാമത്തതും അവസാനത്തതുമായ കിൽ സോണാണ്. അത് ന്യൂയോർക്കിലാണ് വരുന്നത്. നൈറ്റ് 10:30 തൊട്ട് 12:30 വരെയാണ് ആ കിൽ സോൺ വരുന്നത്. അതിനെ ന്യൂയോർക്ക് AM കിൽ സോൺ എന്നും അല്ലെങ്കിൽ ലണ്ടൻ ക്ലോസിംഗ് കിൽ സോൺ എന്നും പറയുന്നു. ഈ സെഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ലണ്ടനെക്കാട്ടും ന്യൂയോർക്കിനെക്കാട്ടും താരതമ്യേന വോളിയം കുറവായിരിക്കും ഏഷ്യൻ സെഷനിൽ. അതോടൊപ്പം തന്നെ ലണ്ടനെക്കാട്ടും കുറച്ചുകൂടി വോളിയം കൂടുതലായിരിക്കും ന്യൂയോർക്ക് സെഷനിൽ. അപ്പോൾ എല്ലാവർക്കും എന്താണ് സെഷൻസ് എന്നും അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടതെന്നും അതോടൊപ്പം തന്നെ ഏത് സെഷൻസിലാണ് കൂടുതൽ വോളിയം എന്നും അതനുസരിച്ച് ട്രേഡ് ചെയ്യേണ്ടതെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രേ ഉള്ളൂ. ഈ ഒരു ട്രേഡിംഗ് ലേണിംഗ് സീരീസ് നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ അത് മിസ്സാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.